ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂസൂസ് ജന്നത്ത്. ഇന്ന് സെയിലിന് അവൈലബിൾ ആയ പ്ലാന്റ്സുകളാണ് കാണിക്കുന്നത്. പൊതുവെ എപ്പോഴും എഗ്ലോണിയമാണ് കാണിക്കൽ. മറ്റ് പ്ലാന്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഫ്ലവറിങ് പ്ലാന്റ്സ്, കലാത്തിയ, ബിഗോണിയ, അതൊക്കെ കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കലുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല, കാരണം കൂടുതൽ പ്ലാന്റുകൾ അങ്ങനെ ഇറക്കാറില്ല. അതൊന്നും എഗ്ലോണിയമാണ് കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്ലാന്റുകൾ ഫസ്റ്റ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എഗ്ലോണിയം ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് ഈ ഒരു വെറൈറ്റിയാണ്. ഫിറ്റോണി ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല. ഫിറ്റോണി അല്ല, വേറൊരു വെറൈറ്റിയാണിത്. നമുക്ക് പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. കൂടുതൽ ആ ഒരു ഷൂട്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരും. ഇത് 20 റുപ്പീസ് ആട്ടോ ഇതിന് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പല കളർ വെറൈറ്റീസും ഉണ്ട്. എൻ്റെ അടുത്ത് ഈ 2 കളറുകളും യെല്ലോയും ഇത് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിങ്ങനെ അടുത്തടുത്താക്കി സെറ്റാക്കിയിട്ട് റൗണ്ട് ഫിഗറിൽ ഏത് മോഡലിലാണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് പെപ്രോമിയൻ്റെ ഒരു വേരിഗേറ്റഡ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. 60 റുപ്പീസാണ് ഇതിന് റേറ്റ്. അതുപോലെ വേരിഗേറ്റഡ് ബെർക്കിനാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. നമുക്ക് ഫിലോഡൻഡൻ വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റാണിത്. ബെർക്കിൻ എന്നിട്ട് ഇത് വേരിഗേറ്റഡ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. 180 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. പിന്നുള്ളത് ഫിലോഡൻഡ്രലുള്ളൊരു വെറൈറ്റിയാണ്. സിൽവർ സ്പോഡ് എന്ന് പറയും. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റെമ്മ് വെച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുപോയി വെക്കാം. എല്ലാതെയും നമുക്ക് കട്ട് ചെയ്ത് നിർത്താം. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. കണ്ട ലീഫ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. പിന്നെ ഉള്ളത് ഫേണാണ്. ക്രൊക്കഡൈൽ ഫേണാണ്. ഫേണ് കൂടുതലായിട്ടൊന്നും എൻ്റെ അടുത്തില്ല. ഈ ഒരു ഫേണും വേറൊരു ഫേണും കൂടിയേ ഉള്ളൂ. ബേർഡ് നെസ്റ്റ് ഫേണും കൂടിയേ ഉള്ളൂ. ഇത് ക്രൊക്കഡൈലാണ് കേട്ടോ. 150 ആണ് ഇതിന് റേറ്റ്. നല്ല ഭംഗിയാണ് കാണാൻ. ലീഫ് കണ്ടില്ലേ, ക്രൊക്കഡൈൽ പോലെ തന്നെ ഒരു ഇതിൽ വരുന്നൊരു പ്ലാന്റാണിത്. പിന്നുള്ളൊരു വെറൈറ്റി ഇതാണ്. ഇത് കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണിത്. നല്ല ബുഷി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഗ്രീൻ ലീഫിൽ സിൽവർ കളർ വരുന്നതാണ് കേട്ടോ ഇത്. ഇതിന് 180 ആണ് റേറ്റ്. പിന്നെ ഉള്ളത് മോൺസ്റ്ററിൽ പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. മോൺസ്റ്റർ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ പറ്റിയ, കണ്ടില്ലേ ലീഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. പിന്നുള്ളത് കൊളംബിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനിത്. ഫിലോഡൻഡ്രനിൽ തന്നെ പെട്ട നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞ് സീഡ്ലിങ്സ് ഉണ്ട് കേട്ടോ. 60 രൂപൻ്റെ നന്ന ചെറിയ സീഡ്ലിങ്സുകളുണ്ട്. ഇതിന് പിന്നെ 200 ആണ് കേട്ടോ റേറ്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കണ്ടില്ലേ ലീഫിൻ്റെ ആ പാറ്റേൺ ആണ് ഇതിൻ്റെ ഭംഗി. പിന്നുള്ളത് നമ്മളടുത്ത് കലാത്തിയ വെറൈറ്റീസ് ആണ്. കലാത്തിയ വെറൈറ്റീസ് ഞാൻ പറയലുണ്ട്. 14 കലാത്തിയക്ക് കോംബോ റേറ്റ് 850 ആണ്. അപ്പോൾ അത് അങ്ങനെ കോംബോ ആവശ്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാം. സിംഗിളായിട്ട് വാങ്ങുമ്പോൾ പ്ലാന്റിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് ട്രൈ കളർ കലാത്തിയാണ് കേട്ടോ. ഇത് ബുഷി പോട്ടാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 70 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ട് ബുഷി പോട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ ഇതൊരു പുതിയ തരം കലാത്തിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിപ്പോൾ സിംഗിൾ ഷൂട്ടായിട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണിത്. കണ്ടില്ലേ ലീഫിന് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഉണ്ടാവുക. ഇതിന് 70 റുപ്പീസാട്ടോ റേറ്റ്. ഈ ഒരു സൈസ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പിന്നുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് എഗ്ലോണിമ പ്ലാന്റ്സ് റേറ്റ് കുറഞ്ഞത് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ്. ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. ഞാൻ ഒരു വടി വെച്ച് കുത്തിയതാണ്. നല്ല നീളം ഉണ്ടായിട്ട് പൊട്ടിപ്പോണ്ട വെച്ചിട്ട് അത്രയും വലിയ പ്ലാന്റാണ് കേട്ടോ അത്. കണ്ടില്ലേ. പിന്നെ ഉള്ളത് ഇതാണ് ബോക്സർ 150ൻ്റെ. പിന്നെ ഈ ഒരു വെറൈറ്റിയാണുള്ളത്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. 2 ഷൂട്ടൊക്കെ ഉണ്ട്. 300 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ റോട്ടുണ്ടെന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതൊരു സീഡ്ലിംഗ് ആണ് കേട്ടോ. 100 റുപ്പീസിൻ്റെ റോട്ടുണ്ടത്തിൻ്റെ. പിന്നെ സൂപ്പർ വൈറ്റ് ഉണ്ട്. സൂപ്പർ വൈറ്റ് ഈ ഒരു സൈസ് പ്ലാന്റാണ്. 200 ആണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് തായ് ഫ്രോസൺ ആണ്. തായ് ഫ്രോസൻ്റെ 250ൻ്റെ പ്ലാന്റ് ആട്ടോ അത്. പിന്നുള്ളത് ബ്ലാക്ക് മെറൂൺ കേട്ടോ. ബ്ലാക്ക് മെറൂൺ വലിയ പ്ലാന്റ് ആണ് കേട്ടോ.
സാധാരണ ഈ പ്ലാന്റ് അധികം ഹൈറ്റ് വെക്കൂല, നല്ല ബുഷിയായിട്ട് ലീഫൊക്കെ നല്ല വലുതായിട്ട് ഇങ്ങനെ നിൽക്കും. കുറച്ചൊക്കെ ഹൈറ്റ് വെക്കും, സാധാരണ നമ്മളെ പ്ലാന്റിൻ്റെ ഇത്ര ഒന്നും ഹൈറ്റ് വെക്കൂല. എന്നാലും നല്ല ഭംഗിയാണ് കാണാൻ. ലീഫ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് 300 പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണിത്. പിന്നുള്ളത് ലിപ്സ്റ്റിക്കാണ്. പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റും കൂടി ഉണ്ട്, 100 റുപ്പീസാണ്. പിന്നുള്ളത് ശ്യാം പാരഗണാണ് കേട്ടോ. ചിലർ പറയാറുണ്ട് സ്നോ വൈറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. സ്നോ വൈറ്റിന് ഈ ഗ്രീന് കൂടുതൽ ഉണ്ടാവില്ല, അപ്പോൾ ശ്യാം പാരഗണാണ് പിന്നെ വൈറ്റ് കൂടുതലുണ്ടാവുക. അതായത് സ്നോ വൈറ്റിന് ഗ്രീനാണ് കൂടുതലുണ്ടാവുക, തെറ്റിപ്പോയതാണ്. ശ്യാം പാരഗണ് വൈറ്റാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് സ്നോ വൈറ്റ് ആണോ എന്ന് തോന്നിപ്പോകും, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. വൈറ്റാണ് കൂടുതൽ ശ്യാം പാരഗൺ ഉണ്ടാവുക. ഇത് 200 പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഐഡിയ എനിക്ക് അറിയില്ല കറക്റ്റ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ്, 300. ഇനി നമുക്ക് റയർ വെറൈറ്റീസ് നോക്കാം. അതായത് പുതിയ അഗ്ലോണിമ പ്ലാന്റുകളും അതും റയറായിട്ടുള്ള പ്ലാന്റുകളും. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റുകൾക്ക് അഗ്ലോണിമ ഉള്ളവർക്കൊക്കെ അറിയാം റേറ്റ് കൂടും. നല്ല പുതിയ വെറൈറ്റീസാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇത് പിന്നെ സ്കൈലൈൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ. ഇപ്പം ഇറങ്ങിയ ഒരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം എല്ലാം നല്ല വലിപ്പവും ഉണ്ട്. കണ്ടില്ലേ, നല്ല കളർഫുള്ളാണ്. ഒരു ഷൂട്ട് തന്നെ ബുഷി പോട്ട് പോലെ നമുക്ക് തോന്നും, കാരണം അത്രക്കും ലീഫുകളൊക്കെ നിറഞ്ഞിട്ടുള്ള. കണ്ടില്ലേ, നല്ല കളറാണ് ഇത് കാണാൻ. ഇത് പുതിയ പ്ലാന്റുകളും റയർ വെറൈറ്റീസും ഒന്നും ചെറിയ പ്ലാന്റുകൾ ഒരിക്കലും വരില്ല, കാരണം അത് ഇപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞാലൊക്കെ അങ്ങനെയൊക്കെ വരലുള്ളൂ. എന്നാലും അപൂർവമാണ്, ചെറിയ പ്ലാന്റുകൾ വരാറില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. 850 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഒട്ടാകെ 5-6 പ്ലാന്റുകളേ ഉള്ളൂ, അപ്പോൾ ആവശ്യമുള്ളവർ വേഗം ഓർഡർ ചെയ്യുക. 850 ആണ് കേട്ടോ റേറ്റ്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ നിങ്ങൾക്ക് പുറത്ത് ചോദിച്ചാൽ അറിയാം, ഇതിന് 1000, 1200 കാണൽ. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടിയതിനെ കൊണ്ടാണ് ഈ ഒരു റേറ്റിനെങ്കിലും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് വേഗം ഓർഡർ ബുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വൈറ്റ് ലെഗസി ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അഗ്ലോണിമ കളക്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, വൈറ്റ് ലെഗസി ഭയങ്കര റേറ്റുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. 1000, 2000, അതിൻ്റെ മുന്നേ ഒക്കെ ഒരു 3000 വരെ റേറ്റുള്ള പ്ലാന്റ് ആയിരുന്നു, കൊറോണൻ്റെ മുന്നേ ഒക്കെ. പക്ഷെ ഇപ്പോൾ നമുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ റേറ്റിന് തന്നെ ഇപ്പം കിട്ടിയിട്ടുണ്ട് പ്ലാന്റുകൾ. 650 ആണ് കേട്ടോ റേറ്റ്. ചിലതിലെല്ലാം ബേബി ഷൂട്ട് കാണുന്നുണ്ട്, കണ്ടില്ലേ, ഇങ്ങനത്തെ ബേബി ഷൂട്ടുകളും ഉണ്ട് ചിലതിൽ. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള ലീഫ് കണ്ടില്ലേ, നല്ല ലീഫ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതും കുറച്ച് പ്ലാന്റുകൾ ആകെ വന്നിട്ടുള്ളൂ, 5 വന്നിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ബുക്ക് ചെയ്യട്ടോ. വൈറ്റ് ലെഗസിയാണ് കേട്ടോ അത്. 650 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിൽ 2 ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് ഈ ഒരു കളറെല്ലാം ഉണ്ടാവില്ല, നല്ല ഓറഞ്ചിൽ വരും. പക്ഷെ ഇത് അതിന് തൈ അതിനെ കൊണ്ടാണ് കളറ് കൂടുതലായിട്ട് വന്നിട്ടില്ല. മെച്ചയുടെ വന്നതിനനുസരിച്ച് കളറ് വരും. ഇപ്പോൾ കുറേയൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ബാക്കിലൊക്കെ നല്ല ഉണ്ട്. ഇതിൻ്റെ നല്ല വേറെ ഫുൾ കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ. 1350, 1400 ഉണ്ട്. ഇത് 2 ഷൂട്ടുള്ള പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. കണ്ടില്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. പിന്നെ ഉള്ളത് ഇതാണ്, പിങ്ക് കാബേജ് ആണ് കേട്ടോ ഇതിൻ്റെ ഐഡി. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് പാറ്റേൺ തന്നെയാണ് ഭംഗി. കണ്ടില്ലേ, ഈ ഒരു പിങ്കും ഈ ഒരു ലീഫിൻ്റെ ആ പാറ്റേണും തന്നെയാണ് ഭംഗി. ഇത് ഷൂട്ടുള്ള പ്ലാന്റാണ് കേട്ടോ, 2 ഷൂട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ സാധാരണ ഒരു വലിയ മീഡിയം സൈസ് പ്ലാന്റിന് 750 ആണ് കേട്ടോ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബുഷി പോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, അങ്ങനെ എടുക്കാം. പിന്നെ ഉള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെ ബുഷി പോട്ടാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു. 5, 6, 7 ഷൂട്ടൊക്കെ ഉണ്ട് ഇതിന്. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. 750 ആണ് കേട്ടോ ഇതിന് റേറ്റ്. കണ്ടില്ലേ, ഒരുപാട് ഷൂട്ട്സ് ഉണ്ട്. കണ്ടില്ലേ, ചെറിയ ചെറിയ ഷൂട്ട്സുകളാണ്, പക്ഷേ ഇത് തിക്കായി വലുതായാലും നല്ല ഭംഗിയാണ് കാണാൻ.
പിന്നെ ഉള്ളത് റയാൻ ഗോൾഡ് ആണ് കേട്ടോ. ഈ പ്ലാന്റിന്റെ ഒന്നും ചെറിയ പ്ലാന്റുകൾ ഇല്ല കേട്ടോ. ഇതൊക്കെ അങ്ങനെ ബുഷി പോട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ ബുഷിയായി കാണുമ്പോഴാണ് പ്ലാന്റിന്റെ ഭംഗി നമുക്ക് കാണാൻ കഴിയുക. കാരണം എല്ലാവർക്കും അറിയാം അഗ്ലോണിമ പ്ലാന്റ്സ് വലുതായി കിട്ടണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. പെട്ടെന്ന് ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് അല്ല അഗ്ലോണിമ, സ്ലോ ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയ തയ്യ് വാങ്ങി വലുതാക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ പ്ലാന്റും മീഡിയം സൈസും പ്ലാന്റ് വാങ്ങുന്നതാണ് നമുക്ക് കാണണമെങ്കിലും ആസ്വദിക്കണമെങ്കിലും ഒക്കെ നല്ലത്. അതാണ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. റയാൻ ഗോൾഡ് ആണ് കേട്ടോ. അത് ബുഷി പോട്ടാണ്. 3 ഷൂട്ട് ഒരേപോലത്തെ 3 വലിയ ഷൂട്ടുകളാണ് കേട്ടോ ഇതിലുള്ളത്. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളത് പിങ്ക് ഡാൽമേഷൻ ആണ്. പിങ്ക് ഡാൽമേഷൻ്റെ ഇത് 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ്, 300. ഇനി നിങ്ങൾക്ക് ബുഷി പോട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. കണ്ടില്ലേ, ഇതിൽ ഒരു 4 ഷൂട്ടറ്റും ഉണ്ട്. അത്രയും ബുഷിയായിട്ടുള്ള നല്ല കളർഫുള്ളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഉള്ളത് സെക്സീലിയ ആണ്. സെക്സീലിയ ഇത് ബുഷി പോട്ടാണ്. സിംഗിൾ ഷൂട്ട് ആകുമ്പോൾ ഒരു 450 ഒക്കെ റേറ്റ് വരും. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. സെക്സീലിയൊക്കെ എന്താ വെച്ചാൽ ഈ സ്റ്റെമ്മിനും ഈ ലീഫിനും ഒക്കെ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വരിക. കണ്ടില്ലേ. പിന്നെ ഉള്ളിടത്ത് നമ്മൾ പിങ്ക് പനാമി, പീച്ച് പനാമിൻ്റെ ബുഷി പോട്ടുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് പിങ്ക് പനാമ, പീച്ച് പനാമ. 850 ആണ് കേട്ടോ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത്. 2 ഷൂട്ടുകൾ ഉണ്ടാവും. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് റെഡ് വൈൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്കിതിൻ്റെ വലിയ പ്ലാന്റുകൾക്ക് നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ തൈകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തൈകളൊന്നും ചില ഇതിൽ വരാറില്ല. പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനൊരു തൈ കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ്. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റെഡ് വൈന്. ഇത് നമ്മളൊരു 4 ഇഞ്ച്, ഇതിപ്പോൾ നെറ്റ് പോട്ടാണ്, നമ്മളൊരു 4 ഇഞ്ച് 5 ഇഞ്ച് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പിടിച്ച് വലുതായിക്കോളും. കൂടുതൽ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മണലും ചാണകപ്പൊടിയും പെർലൈറ്റും സാഫും ചേർത്തിട്ട് വെച്ചെടുത്താൽ മതി. ചെറിയ പോട്ടിൽ വെക്കണം, വലുതിൽ വെക്കരുത്. കാരണം ഈ പ്ലാന്റ് ചെറുതാണ്. അപ്പോൾ അവിടേക്ക് അതിന് മാത്രമുള്ള പോട്ടി മിക്സ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ് വാങ്ങുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ടത് അതാണ്. ചെറിയ പ്ലാന്റിന് ചെറുത് അത്ര ഉള്ള ഭക്ഷണം കൊടുത്താൽ മതി. വലിയൊരു പോട്ടി കൊണ്ടുപോയിച്ച് വലിയ പോട്ടി മിക്സ് നിറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് അവർ സർവൈവ് ചെയ്ത് ഗ്രോത്ത് ആയിട്ട് വരില്ല. നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്. റെഡ് വൈൻ എന്നാണ് അതിൻ്റെ പേര്. കണ്ടില്ലേ, നല്ല ലീഫ്, നല്ല കളർഫുള്ളാണ്, നല്ലൊരു വെയിനും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ റെഡ് വൈൻ നട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ നേരത്തെ കാണിച്ച് ബെർക്കിൻ്റെ ആ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇത്രയും പ്ലാന്റുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിലുള്ള പ്ലാന്റുകളൊക്കെ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ചോദിക്കാം. പിന്നെ മുന്നത്തെ വീഡിയോ നോക്കിയാൽ മതി. മറ്റ് കലാത്തിയ, എപ്പീഷ്യ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.